തിരുവാതിര നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, സന്താനങ്ങളെ കൊണ്ട് ദുഃഖമുണ്ടാകുന്ന ഒരു അവസ്ഥ വരും സന്താനങ്ങളുണ്ടെങ്കിൽ. ഇനി സന്താനങ്ങൾ കൊണ്ട് ദുഃഖമില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തു വെച്ചിട്ട് പോയ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് പണിയായിട്ട് വരും. ഉണങ്ങിയ അരി കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ, അത് എന്തരിയാണെന്ന് എത്രയോ കാലങ്ങൾ വർഷങ്ങളായിട്ട് അതിന് ഉണങ്ങി അതങ്ങനെ ജീർണിച്ച് അതിൻ്റെ വയറിങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ നടുങ്ങിപ്പോവും. നമസ്കാരം. ഓണക്കാലമാണ്. റോഡിലോട്ട് ഇറങ്ങാൻ വയ്യ, തിരക്കോട് തിരക്ക്. സ്വർണ്ണാഭരണശാലകളിലും വസ്ത്രശാലകളിലുമൊക്കെ ഓണത്തപ്പനെ വരവേൽക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഓണം ആഘോഷിക്കാനായിട്ടുള്ള നമ്മുടെ എത്ര ദുരിതമാണെങ്കിലും ഒന്നുമില്ലാത്തവരിൽ പോലും ഓണത്തിൻ്റേതായിട്ടുള്ള, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥകളാണെങ്കിലും ഓണക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സമ്പൽ സമൃദ്ധമായി കഴിയാനായിട്ടുള്ള, നാളുകളിൽ സമ്പൽ സമൃദ്ധമായി ജീവിക്കാനായിട്ടുള്ള ഒരവസ്ഥയുണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ ഓണക്കാലം ഉണർവ് നൽകുന്നത് എന്നാണ്. മാവേലി വരുമ്പോൾ നമ്മുടെ നാട് ഉണരും എന്നാണ്. ശരിക്കും നാട് ഉണരുക തന്നെയാണ് ചെയ്യുന്നത്. ആ നാട് ഉണരുന്ന സമയത്തും ഞാൻ കേട്ടൊരു എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്തെന്നാൽ, ഒരമ്മ ഇന്ന് രാവിലെ വിളിച്ചു, സ്വാമി, ഞാൻ സ്വാമിയുടെ DNA പ്രോഗ്രാം എല്ലാം കാണുന്നുണ്ട്. സ്വാമി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ നാട് കേരളത്തിലെ ഇന്ന ഭാഗത്താണ്. ഞാൻ കല്യാണം കഴിച്ച് ഇന്ന് നാട്ടിൽ വന്നു. ഇവിടെ ഒരു കുട്ടിയായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. ബാംഗ്ലൂർ ഭാഗത്താണ്. എൻ്റെ സഹോദരൻ എൻ്റെ വസ്തു ഞാനറിയാതെ മറ്റൊരാൾക്ക് മറിച്ച് വിറ്റു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം സഹോദരൻ. ഇതിനേക്കാൾ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന സഹോദരനും സഹോദരിമാരും സഹോദരങ്ങളെക്കുറിച്ച് തോന്നിവാസം ഫേസ്ബുക്കിൽ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്ത് വൃത്തികേടുകളും എഴുതാൻ മടിയില്ലാത്ത സഹോദരിമാരെ കുറിച്ചാണെങ്കിലും സഹോദരന്മാരെ കുറിച്ചാണെങ്കിലും മനസ്സിൻ്റെ വൈകല്യങ്ങളും വൈകൃതങ്ങളും എഴുതി പിടിപ്പിക്കുന്ന മനോരോഗികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ കമൻറ്റുകളൊക്കെ തന്നെ നോക്കി അറിയാം. അവർക്കൊന്നും ആകാൻ പറ്റാത്തതിൻ്റെ, ഇല്ലെങ്കിൽ അവർക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ ആയിട്ടുള്ള ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നത് ഇതുപോലുള്ള ഞങ്ങളെപ്പോലുള്ള സ്വാമിമാരൊക്കെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ സംസാരിക്കാനുള്ള കഴിവില്ല, ഇല്ലെങ്കിൽ അവനെ ആരും വിളിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നില്ല. അപ്പോൾ അവന് തോന്നുന്ന ഒരു അവജ്ഞയുണ്ട്. അത് മറ്റൊന്നായിട്ട് പുറത്തു വരും. എൻ്റെ അടുത്ത് പണ്ടൊരാൾ എൻ്റെ പുസ്തകം, 2 പുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയില്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികൃതമായിട്ടുള്ള ഒരു വൈരൂപ്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പുസ്തകം അന്വേഷിച്ച ഒരാൾ വന്നു. അദ്ദേഹം എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊന്നും വിറ്റുപോകുന്നില്ല, ഇത് വെള്ളമനത്താനേ കൊള്ളാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളമനത്താൻ കൊള്ളാവൂ എന്ന് പറഞ്ഞുള്ള ആ പുസ്തകങ്ങളാണ് ഞാൻ വിറ്റ് ഒരു വീട് സ്വന്തമായിട്ട് മേടിക്കുകയും വാഹനം മേടിക്കുകയും ഞാൻ നിത്യവും ചെലവ് കഴിഞ്ഞ് പോവുകയും ചെയ്യുന്നത്. അപ്പം ഒരാളെ അവനെന്ത് വേണമാണോ സാധിക്കാൻ പറ്റാത്തത്, അവൻ്റെ മനസ്സിൻ്റെ വൈകൃതമാണ് അവന് ഈ പറയുക, അല്ലേ? മറ്റൊരാളുണ്ടായിരുന്നു കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ കമ്പനി. അവരുടെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വൈകൃതത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാനിത് പറയുന്നത്. വളരെ അവിടെ ക്യൂ നിൽക്കും ആൾക്കാർ ആ ബാനറിൽ ഒരു പുസ്തകം അടിച്ച് കിട്ടാൻ. അപ്പോൾ അവരെന്നെ വിളിച്ചു. ഞാൻ അവരെൻ്റെ 2 പുസ്തകം ഇറക്കി. എൻ്റെ 3ാമത്തെ 4ാമത്തെയും പുസ്തകമായപ്പോൾ എൻ്റെ ഭൗതിക ജീവിതത്തിൽ നിന്ന് ഞാൻ ആത്മീയ വഴിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബയോഡാറ്റ എഴുതുന്നപ്പോൾ ഞാൻ എഴുതി, ഇത്രയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ആത്മീയമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പുസ്തകത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ എന്നെ വിളിച്ചു. നിങ്ങളെന്താ വിചാരിച്ചത്? എന്താണ് നിങ്ങളെന്താ ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്? അതെ, ഞാൻ ആത്മീയ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് എൻ്റെ പുസ്തകത്തിൽ, ഞാൻ എഴുതുന്ന പുസ്തകത്തിൽ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് അറിയിക്കാനുള്ള അവകാശം എനിക്കല്ലേ? അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അയാളത് വലിച്ചു കയറി ചവിറ്റുകുട്ടയിലിട്ടു. പിന്നെ ഞാൻ പുസ്തകം അവിടെ കൊടുത്തിട്ടില്ല അയാൾക്ക്. അപ്പോൾ അത് മനസ്സിൻ്റെ വൈകൃതമാണ് ചിലരുടെ. നമ്മുടെ ഇതിൻ്റെ അടിയിൽ വന്ന് തോന്നിവാസം, വേറെ പണിയില്ലേടെ, പോയി വേറെ വല്ല ജോലിയും ചെയ്യൂ, ഇവിടെ വന്നിരുന്ന് നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ട് പറയുന്നു, പോയി മൺവെട്ടിയെടുത്ത് വെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കമൻറ്റുകളൊക്കെ ഉള്ളതായിട്ട് ടീച്ചർ പറയും. അവർക്ക് എന്താണോ ആകാൻ കഴിയാത്തത്. നമ്മുടെ മുസ്ലിം സഹോദരൻ എന്താ പറ്റിയത്? അദ്ദേഹത്തിന് ഹൈന്ദവ ആത്മീയതയിലേക്ക് ഒരാൾ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പം അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് വലിയ പത്ര സംഘമാണ് അവർക്ക്. ഞാൻ പിന്നെ പുസ്തകങ്ങൾ കൊടുത്തിട്ടില്ല.
ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ഇനി അച്ചടിച്ചില്ലെങ്കിലും വിറ്റുപോയിട്ടില്ലെങ്കിലും അദ്ദേഹം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു പുസ്തകം. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിക്കോട്ടോ, അദ്ദേഹം എൻ്റെ പുസ്തകത്തിന് വേണ്ടി പിന്നെ എന്നെ വിളിച്ചു, എൻ്റെ പുസ്തകത്തിന് വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ 2-3 പുസ്തകം ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തില്ല, കാരണം എൻ്റെ മനസ്സ് വേദനിച്ചു, എൻ്റെ മനസ്സ് നീറി. ഒന്നും ഞാൻ എഴുതിയില്ല. ഞാൻ എൻ്റെ ആ ഭൗതികമായി നിന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ ആത്മീയമായ വഴികളിൽ സഞ്ചരിക്കുന്ന എഴുതിയ ഒറ്റ വരി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അഥവാ അദ്ദേഹത്തിൻ്റെ മതവികാരം ഇളകിയിട്ട് അദ്ദേഹം അത് വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ ഇട്ടു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിത് വലിച്ചു കീറി ഞാൻ ചവറ്റുകുട്ടയിൽ ഇടുകയാണെന്ന് ഫോണിൽ കൂടെ പറഞ്ഞു. ഇട്ടോളൂ എന്ന് ഞാനും പറഞ്ഞു. പിന്നെ ഞാൻ പുസ്തകം അവിടെ കൊടുത്തിട്ടില്ല. ഇനി ഒരിക്കലും എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും, ഇനി ആരും എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രസാധന സംഘം, ലോകത്തിൽ ബാക്കി എല്ലാ പുസ്തക പ്രസാധന സംഘങ്ങളും ഇല്ലാതായിട്ട് അദ്ദേഹത്തിൻ്റെത് മാത്രമേ ഉള്ളൂവെങ്കിലും ഞാൻ ആ പുസ്തകങ്ങൾ അവിടെ കൊടുക്കണ്ട എന്ന് വെച്ചു. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ അവിടെ പുതിയ ആൾക്കാരുടെയും പഴയ ആൾക്കാരുടെയൊക്കെ അച്ചടിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബുക്കുകൾ അവിടെ കൊടുക്കേണ്ട തീരുമാനിച്ചു. പിന്നെ പുസ്തകം പുള്ളി എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പുസ്തകമൊക്കെ മാർക്കറ്റിലൊന്ന് പിടിച്ചു വന്നപ്പോൾ എന്നെ വിളിച്ചു. പുസ്തകം ഞാനത് കൊടുക്കാൻ പോയില്ല. ഇത് ഞാൻ പറഞ്ഞ മനസ്സിൻ്റെ വൈകല്യങ്ങളാണ്. മനസ്സിൻ്റെ വൈകല്യങ്ങൾ. ഒരു സഹോദരൻ, 4 സഹോദരന്മാരുണ്ടെന്ന് വിചാരിക്കുക. ഒരു സഹോദരൻ നന്നായിട്ട് പഠിച്ച് നല്ല ചിട്ടയോടുകൂടി വളർന്ന് ഒരു പൊസിഷനിലെത്തി അയാൾ ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടത്തുന്നതാണെങ്കിൽ, ചിട്ടയില്ലാത്ത 3 സഹോദരന്മാർക്കും ഇയാളോട് വൈരാഗ്യം വരും. പിന്നെ അദ്ദേഹത്തിനൊരു ഭാര്യയും കൂടെ വന്നാൽ അതിലും കൂടെ വൈരാഗ്യം വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് മിടുക്കുണ്ടാകുന്നത്, ഒരാൾ ലക്ഷ്യപ്രാപ്തിയിലെത്താനായിട്ട് കഷ്ടപ്പെടുന്നത്, അയാൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാകുന്നത്, അയാൾ ബുദ്ധിപരമായി ജീവിക്കുന്നതൊക്കെ അയാളുടേതാണ്, അയാളുടെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരാൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അല്ലേ? അതുകൊണ്ട് അപ്പോൾ അതങ്ങനെയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ അസൂയ ഉണ്ടാകുന്നത്, ഇപ്പം അപ്പുറത്തെ വീട്ടിൽ കാറുള്ളതും അപ്പുറത്തെ വീട്ടിൽ പിന്നെ നല്ല ഫർണിച്ചർ ഉള്ളതും അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നതും ഇഷ്ടമല്ലാത്ത അതിനപ്പുറത്തെ വീട്ടിലെ സ്ത്രീ കണ്ടാൽ നശിച്ചു പോട്ടെ, ഇത് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതാണ് അവരുടെ മനസ്സിൻ്റെ വൈകല്യമാണ്. മനസ്സിൻ്റെ വൈകല്യം. ഇപ്പം ഞാൻ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വൈകല്യങ്ങളെ മാറ്റാൻ പറ്റില്ല. എന്നിട്ട് 50 കുറിയും ഇട്ട് ലളിതാശ്രാമോ വിഷ്ണുദാശ്രാമോ വേദാന്തവും ഉപദേശിതവും പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിൽ നന്മയുണ്ടാകണം. ഇവിടെ ഈ അമ്മ എന്നെ വിളിച്ച അമ്മയുടെ സഹോദരൻ എന്താ ചെയ്തതെന്ന് നോക്കൂ. സഹോദരി ഭർത്താവുമൊത്ത് വേറൊരു ദേശത്തേക്ക് പോയി ഒരു മകനുമായിട്ട് ജനിച്ച് സുഖമായിട്ട് വസിച്ചിരിക്കുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലാകണു എന്ത്, തൻ്റെ സ്വത്ത് സഹോദരൻ കള്ളപ്രമാണം ഉണ്ടാക്കി വിറ്റ് അതിനകത്ത് മറ്റൊരാൾ വീട് വെച്ചു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ചതിപാട് ചെയ്തിരിക്കുന്നത്. അവർ 30 വർഷം എന്നോട് പറയാണ്, സ്വാമി ഞാൻ 30 വർഷം കേസ് പറഞ്ഞു. എന്നോട് എൻ്റെ ഭർത്താവ് മരിച്ചു, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. 30 വർഷം കേസ് പറഞ്ഞു. 30 വർഷം കേസ് പറഞ്ഞ് ആ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടി. അപ്പോഴത്തേക്ക് അതിൻ്റെ പകുതി സ്വത്തിൽ വേറൊരാൾ വീട് വെച്ചു. പിന്നെ അയാൾ കേസ് പറഞ്ഞു. എന്തായാലും അതിൻ്റെ പകുതി ഭൂമി അവർക്ക് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു വിശ്വാസം. എന്നിട്ട് ഈ സഹോദരൻ മരിച്ചു, അയാൾക്കത് അനുഭവിക്കാൻ പറ്റുമോ? അയാൾ മരിച്ചു. അയാൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി കിഡ്നിയൊക്കെ ഡാമേജായി പുള്ളി മരിച്ചു. പുള്ളിയുടെ ഭാര്യയും മകനും കൂടെ ഇവിടെ വാടക കെട്ടിടത്തിൽ താമസിക്കുന്നു. ഇവിടെ ഈ വീട് പകുതി വാങ്ങിച്ചവൻ, അയാൾ നിരപരാധിയായിരിക്കും, കേസ് പറഞ്ഞവൻ, അയാളുടെ വീട് മറ്റൊരാളുടെ വസ്തുവാണത്. അയാൾ കുറേ കഴിഞ്ഞപ്പോൾ അത് ഇട്ടിട്ട് പോയി. പിന്നെ അത് വേറെ ആരോ മേടിച്ചു. ഇപ്പോൾ ആരും താമസമില്ലാതെ ഒരു പ്രേതാലയം പോലെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചു, സ്വാമി എൻ്റെ കുറച്ച് 10 സെൻറ്റിനകത്തുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഒരു വീട് വെക്കാൻ പറ്റുമോ സ്വാമി? ഞാനിവിടെ നാട്ടിൽ വന്ന് എനിക്ക് അവിടെ അടുത്തൊക്കെ ബന്ധുക്കളുണ്ട്, അവിടെ ഒന്ന് താമസിക്കണം. ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ചോളൂ, ഞാൻ നോക്കിയിട്ട് പറയാം. പക്ഷെ മറ്റേ വീടായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് താമസവും ഇല്ല, അവരും അത് ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള ചതിയും വഞ്ചനകളും മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നിടത്തോളം കാലം അവൻ എത്ര തലമുറ അത് അനുഭവിക്കേണ്ടി വരും, എത്ര ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരു ഗൃഹത്തിൽ താമസിക്കുന്ന, ഒരു ഗർഭപാത്രത്തിൽ വന്നവർ പരസ്പരം പകയോടുകൂടി ജീവിക്കുക. പിന്നെ ഇപ്പോൾ 4 സഹോദരങ്ങളുണ്ടെങ്കിൽ ഒരാളെ ശത്രുവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് അയാളെ എല്ലാത്തിൽ നിന്ന് ഒഴിവാക്കുക. ഒരു മരണത്തിനോ സഞ്ചാരത്തിനോ വിവാഹത്തിനോ ജനിക്കുന്ന കുട്ടികളെ പോലും അറിയിക്കാതിരിക്കുക.
പുതിയ തലമുറയിലെ കുട്ടികളെ ഇദ്ദേഹത്തിന് അറിയത്തില്ല. പുതിയ കുട്ടികൾ അങ്ങനെ ഒരാൾ ഉണ്ടാവും, ഒരു സ്വാമിയായിട്ടൊക്കെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് എന്നറിയും? മൂന്നാം തലമുറയ്ക്ക് വംശനാശമുണ്ടാകുമ്പോൾ ഒരു തലമുറയിലെ ഏറ്റവും മൂന്നയാൾക്ക് ആത്മീയമായി സഞ്ചരിക്കുന്ന യോഗീശ്വര സാന്നിധ്യമൊക്കെ ആയിട്ട് പിന്നെ നമ്മളിപ്പോൾ പലതും പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹം ആത്മീയമായിട്ടുള്ള ഇപ്പോൾ ഈ ഒരു കുടുംബത്തിൽ ഒരാൾ വന്നു, അതേപോലെ എൻ്റെ മൂത്ത സഹോദരിക്ക് ഇതേപോലെ ഭ്രമം, അധികാരത്തോട് ഭ്രമം, സ്വത്തിനോട് ഭ്രമം, ആഡംബരങ്ങളോട് ഭ്രമം, സ്വർണത്തോട് ഭ്രമം. ആ ഭ്രമം വന്ന് ആ ഒരു സഹോദരനെ അങ്ങ് ഒഴിവാക്കിയിട്ട് അയാൾ കല്യാണമൊന്നും കഴിച്ചില്ല. അയാളുടെ സ്വത്തൂടെ ഇങ്ങോട്ട് കവർന്നെടുത്തിട്ട് അയാളെ അങ്ങ് ഒഴിവാക്കി. അയാൾ എല്ലാം ഉപേക്ഷിച്ച് അയാളങ്ങ് പോയി. കുറേയൊക്കെ ഹിമാലയത്തിൽ താടിയൊക്കെ വളർത്തി ഹിമാലയത്തിലൊക്കെ നടന്ന് പിന്നെ അയാളെക്കുറിച്ച് അറിവില്ലാതായി. ഈ സ്വത്ത് കൊണ്ട് ഈ മക്കൾക്ക് അപ്പോൾ ഇപ്പോൾ ഒക്കെ ദുരിതങ്ങൾ വന്ന് ഒരുപാട് അപകടങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്ന് ഈ കുടുംബമൊക്കെ നശിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ കുട്ടികൾക്ക് പ്രശ്നമില്ല. എൻ്റെ അടുത്ത് വന്നത് മൂന്നാം തലമുറയിലെ കുട്ടിയാണ്. വന്ന സ്വാമി ഇങ്ങനെ, ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു? അമ്മുമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ. അമ്മൂമ്മ പറഞ്ഞു അവസാനം കുറേ കാലം മലമൂത്ര വിസർജനങ്ങളിൽ കിടന്നു. ഇയാളുടെ സ്വത്ത് പിടിച്ചു പറിച്ചു, ഒരാളുടെ സ്വത്തൂടെ പിടിച്ചു പറിച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ ഇങ്ങനൊരു യോഗീശ്വര സാന്നിധ്യമുണ്ട്. അത് എങ്ങനെ മൃത്യു, ഞാൻ പറഞ്ഞ അയ്യോ ജലസമാധിയാണല്ലോ, അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ജലത്തിലിറങ്ങിപ്പോയിരിക്കുന്നു. ഏതോ ഒരു ഗംഗയിൽ, പുണ്യമായ സ്ഥലത്ത് ഒഴുക്കുന്ന ഗംഗയിൽ അദ്ദേഹം ഒഴുകിപ്പോയി മരിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുക്കും പണ്ട് കാലത്ത്, പക്ഷേ അദ്ദേഹം വരുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നം വെച്ചപ്പോൾ എന്താണ്, വരികയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവ് വരികയില്ല എന്ന് പറഞ്ഞാൽ ലക്ഷണത്തിൽ പോലും അങ്ങനെ ഒരാളിൽ ഉള്ളതായിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ വലിയ ജ്യോതിഷ പണ്ഡിതന്മാരെയൊക്കെ പോയി കണ്ടാൽ അവർ പറയും ആ യോഗീശ്വരനെ ആവാഹിച്ച് എൻ്റെ തെക്കേ മൂലയെ നമുക്കൊരു സ്ഥാപിച്ചിരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സകലതും മാറുന്നു. അത് വെറുതെയാണ്. കുടുംബത്തെ വിസ്മരിച്ച് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാൾ, മനസാ വാച കർമ്മണ ഒരു തെറ്റും ചെയ്യാത്തയാൾ, ആ ഗൃഹത്തിൽ നിന്ന് സ്വത്തിനും പണത്തിനും പണത്തിനും ഒക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പുറത്താക്കപ്പെട്ടിട്ട് മനസ്സിൻ്റെ നീറ്റൽ കൊണ്ട് മൂന്നാം തലമുറയ്ക്ക് വംശനാശമുണ്ടാകും, അല്പസന്താനങ്ങൾ ഉണ്ടാകും, പിന്നെ സന്താനങ്ങൾ ഇല്ലാതാകും, ആ വംശത്തിന് ദോഷമുണ്ടാകുന്ന വിഷയങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പാഠമാണ്. ഇന്നലെ ഒരാൾ എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, സ്വാമി ഞാൻ ഇന്നലെ സ്വാമിയുടെ വീഡിയോ കേട്ടു, ഞങ്ങൾക്ക് 2 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു, ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് മാറി ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഒക്കെയാണ് താമസിക്കുന്നത്. ആ 2 ഏക്കർ സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു ബ്രഹ്മരക്ഷസിൻ്റെ ഒരു വാസസ്ഥലം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ 2 ഏക്കർ വാസസ്ഥലത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരാൾ ബാത്റൂം എന്താകൊണ്ട് കെട്ടി. ബാത്റൂം കെട്ടി കുറേ കാലം കഴിഞ്ഞ് അവിടെ 2 പേർക്കും, അവിടെ താമസിച്ചിരുന്ന 2 പേർക്കും ക്യാൻസർ രോഗം വന്നു മരിച്ചു. ആദ്യം ഭർത്താവിന് ക്യാൻസർ വന്നു, അത് കഴിഞ്ഞ് ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മകളുണ്ടായിരുന്നു, അവളവിടെ താമസിച്ചു. അവിടെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയി സ്വാമി. ഞാൻ സ്വാമിയുടെ എല്ലാ പ്രോഗ്രാമും കാണുന്നതാണ്. അപ്പം അത് ഇനിയിപ്പോൾ ആ സ്ഥലം അതങ്ങനെ ഒരു പ്രേതഭൂമിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മരക്ഷസ് ഒരു ദൈവിക സാന്നിധ്യമല്ല. ബ്രാഹ്മണൻ അശുദ്ധ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണനെ അമ്പലത്തിൻ്റെ പുറത്ത് സ്ഥാപിക്കും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി. അവിടെ നമ്മൾ അറിഞ്ഞുകൂടാതെ പോയി പ്രാർത്ഥിച്ചാൽ, ബ്രഹ്മരക്ഷസിനെ പ്രാർത്ഥിച്ചാൽ സർവനാശം ഫലം, അത് സർവനാശമാണ്. ഒരിക്കലും അത് വളരെ ദൂരെ എങ്ങാനും കൊണ്ട് സ്ഥാപിക്കേണ്ടതാണ് ഈ ബ്രഹ്മരക്ഷസിനെയൊക്കെ. അവിടെ ഉള്ള വസ്തുവിൻ്റെ അങ്ങ് ദൂരെ കൊണ്ടുപോയി ഇവിടെ പ്രാർത്ഥിക്കരുത്, ഇത് ബ്രഹ്മരക്ഷസാണ്, പ്രാർത്ഥിക്കരുതെന്ന് എഴുതി വയ്ക്കണം. പക്ഷേ ഇവിടെ പലരും അത് തൻ്റെ കുലത്തിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ബ്രഹ്മരക്ഷസിന് ഞാൻ ചോദിച്ചു, അദ്ദേഹം ബ്രാഹ്മണൻ തന്നെയാണോ പറഞ്ഞു? അതേ തിരുമേനിയാണ് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ അടുത്തുള്ള ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം വെച്ച് കൊടുക്കാൻ. അദ്ദേഹം വിചാരിച്ചാണ് നമ്മളെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ബ്രാഹ്മണനെങ്കിലും മോക്ഷപ്രാപ്തി ഇല്ലാതിരിക്കണമെങ്കിൽ രക്ഷപ്പെട്ടു പോകണമെന്നു. ഇവിടെ ദുരിതങ്ങളില്ലേ വരിക? അല്പജ്ഞാനികളായിട്ടുള്ള കണ്ടാൽ പണ്ഡിതനാണെന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അല്പജ്ഞാനം മാത്രമേ കാണുകയുള്ളൂ. താടിമുടിയും വളർത്തിയ സ്വാമിയും സന്യാസിമാരും ആകുന്ന ലോകമാണ് അല്ലേ. നമുക്ക് പിന്നെ ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് അല്പജ്ഞാനമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഞാൻ ഒരാൾക്ക് ഇന്നത് ചെയ്തോളൂ എന്നൊന്നും പറയാൻ നിൽക്കത്തില്ല. ഇങ്ങനെയൊക്കെ എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് കിട്ടുന്നത് മാത്രമേ, അനുഭവങ്ങളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞത് മാത്രമേ പറ്റുള്ളൂ. ഞാൻ തിരുവണ്ണാമലയിൽ നടക്കാൻ പറയും ചിലരോട് മാത്രമേ പറയുള്ളൂ. തിരുവണ്ണാമലയിൽ പോയിട്ട്
ഛർദ്ദിക്കും ചിലർ. ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്നിട്ടുള്ള ഒരമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു, സ്വാമി തിരുവണ്ണാമലയിൽ പോയി ഞാൻ ഛർദ്ദിച്ചു, ഞാൻ 2-3 അവിടെ നടന്ന് ഛർദ്ദിച്ചു, ഇങ്ങനെ ക്ഷീണമുണ്ടായി. അത് ആഭിചാര കർമ്മം ദുരിതമുള്ളത് കൊണ്ട് മാത്രം. ടീച്ചറെ കൊണ്ട് നടന്നു തുടങ്ങി. ഇപ്പോൾ ഒരു 10 സ്ഥലത്തെങ്കിലും ഭീകരമായി ഛർദ്ദിച്ചിട്ടുണ്ട്. കാരണം ആഭിചാരദോഷം. എന്നാൽ ആഭിചാരദോഷം ഒന്നും അകത്ത് പോകണമെന്നില്ല. ഉദരം തകർക്കും ആഭിചാരത്തിന് ആദ്യം ചെയ്യുന്നതാണ് ഉദരം അങ്ങ് തകർത്ത് കളയും. ഉദരബന്ധനം, ഉദരത്തിനെ ബന്ധിക്കും. അതൊക്കെ വേറെ എടുത്തെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി ഞാനൊരു വീട് മേടിച്ചു, പഴയ വീടാണ് മേടിച്ചത്, ഞാനതൊന്നും വൃത്തിയാക്കി ഞാൻ കയറി അങ്ങ് താമസിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ക്രമേണ എൻ്റെ വയറിങ്ങനെ വീർത്ത് വരികയായിരുന്നു. ഞാൻ പറഞ്ഞേ എൻ്റെ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല, പക്ഷേ എനിക്കാണ്. ഞാൻ ചോദിച്ചു വീട് ആരുടെ പേരിലായിരുന്നു? എൻ്റെ പേരിലായിരുന്നു. ഞാൻ എങ്ങനെയുള്ള വീടാണ്? പഴയ കാലത്ത് ഈ തൂണും ഒക്കെ അരഭിത്തിയൊക്കെ ഉള്ള ഒരു ഇങ്ങനെയുള്ള ഇതാണോ വീട് എന്ന് ചോദിച്ചു. അതെ ഇതാണ് വീട്. നിങ്ങൾ അതിൻ്റെ മുകളിലൊരു തട്ടിൻ്റെ പുറവുണ്ട്. ഉണ്ട് സ്വാമി. നിങ്ങൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അവിടെ ഗോമണിയും ഏണിയൊന്നും ഇല്ല. നിങ്ങളുടെ ഏണി ഉണ്ടാക്കണം ആദ്യം. അവിടെ ഒരു വാതിലുണ്ട്, ആ വാതിൽ വഴി അകത്ത് കയറണം. അതിൻ്റെ മുകളിൽ എന്താണെന്ന് നോക്കണം പറഞ്ഞു. ഞാൻ നോക്കാം സ്വാമി. ഞാൻ പറഞ്ഞു അവിടെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ മൊബൈലുമായിട്ട് കയറിയിട്ട് എന്നെ വിളിക്കണം. ഇയാൾ കയറി എന്നെ വിളിച്ചു. കുറേ പേര് വിളിക്കുന്നതില്ലേ. കയറി അകത്ത് കയറുമ്പോൾ അവിടെ മുഴുവൻ വർഷങ്ങളെ ചിലന്തി വലയൊക്കെ അടിച്ച് പറഞ്ഞു, സ്വാമി ഇത് അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല, മുഴുവൻ ചിലന്തി വലയാണ്, കുറേ തടികളും കുറേ പാത്രങ്ങളും എല്ലാം കിടപ്പുണ്ട് സ്വാമി, ഇത് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്തായാലും താഴെ ഇറങ്ങൂ, നിങ്ങൾ അങ്ങോട്ട് കയറണ്ട, നിങ്ങൾ ആരെങ്കിലും 2 പേരെ വിളിച്ചിട്ട് മോളിൽ കയറ്റിയിട്ട് ഈ തടിയും സാധനങ്ങളും എല്ലാം താഴെ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം ഞാൻ നിങ്ങൾ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ലീവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിഷയമുണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോൾ മുകളിൽ ഭയങ്കര ബഹളമാണെന്ന് പറഞ്ഞു. അത് അത് വല്ല എലിയുമായിരിക്കും സ്വാമി. എനിക്കപ്പോൾ തന്നെ മനസ്സിലായി വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ വയറിങ്ങനെ വീർത്ത് വരണം, വയറ് സ്തംഭിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് ആകെ പ്രശ്നമായി. എൻ്റെ അടുത്ത് ചുമ്മാ ചോദിക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അവർക്കൊക്കെ കണക്ക് തന്നെ വിശ്വാസം. എന്തോന്ന് വിശ്വാസം, ഈ പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാം, ഈ വീട് ഇങ്ങനെ കുറേ കാലമായിട്ട് അടച്ചിട്ടേക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞു. എന്തോ ആയാലും 2 പേരെ നിർത്തി ആദ്യം ഈ വലയൊക്കെ അടിച്ചു കളഞ്ഞ്. അപ്പോൾ ഈ വീട്ടിലെ പുകയൊക്കെ അതിൻ്റെ മുകളിൽ കുറേ വർഷങ്ങൾ പഴക്കമുള്ള വീടാണ്. അതിനകത്ത് ഒരു കാൽപ്പെട്ടി എന്ന് പറയും, ഒരു പെട്ടി ഇരിപ്പുണ്ടായി. നശിച്ചു വീടൊക്കെ ഇങ്ങനെ വെടിച്ച് കീറിയ വീടാണ്. 2ആയിട്ട് വെടിച്ച് കീറിപ്പോയി അടുക്കളയൊക്കെ. ഞാൻ അതൊക്കെ ചോദിച്ചു പുള്ളിയെടുത്ത്. ചോദിച്ചതെല്ലാം പറഞ്ഞു. അവിടെ ഏറ്റവും വലിയ പൂച്ച വന്നാൽ 3-ാമത്തെ ദിവസം പൂച്ച ചത്ത് കിടക്കും, വയറ് പെരുകി കിടക്കും പൂച്ചയുടെ വയറ്. ആഭിചാരം, ഏതോ കനത്ത ആഭിചാരത്തിൻ്റെ എന്തോ അവിടെ കുഴിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞ് ഇവിടെ ഇതിന് മുമ്പ് താമസിച്ചിരുന്ന ഒരാളെ കണ്ടിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ കുഴിച്ചെടുത്ത് കളഞ്ഞു, ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് മേടിച്ചത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ താഴെ മാത്രമല്ല കുഴിച്ചിടുന്നത്, ഈ തട്ടിൻ്റെ മുകളിലും എന്തെങ്കിലും കൊണ്ട് വെച്ചാൽ ഇതൊക്കെ കാണും. ഇതൊക്കെ വിശ്വസിക്കുന്നുള്ളവർക്കേ ഉള്ളൂ. നമുക്ക് നോക്കാം. എന്തായാലും ഇത് എടുത്തപ്പോൾ ഒരു കാൽപ്പെട്ടി കിട്ടി. ആ കാൽപ്പെട്ടി തുറന്ന് നോക്കുമ്പോഴാണ്, തുറന്ന് നോക്കാന്ന് പറഞ്ഞാൽ അതിന് ലോക്കൊക്കെ ഉണ്ടായിരുന്നു, വേറെ ബന്ധിച്ചിട്ടുള്ള ഇവിടെ ഒന്നുമില്ല. തുറക്കുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചത് എൻ്റെ കിടപ്പുണ്ട്. നടുങ്ങിപ്പോണതാണ്. അതിനകത്ത് ഈ ഉണങ്ങിയ അരി കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ. അത് എന്തരിയാണെന്ന് എത്രയോ വർഷങ്ങളായിട്ട് അതിന് ഉണങ്ങി അതങ്ങനെ ജീർണിച്ച് അതിൻ്റെ വയറിങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ നടുങ്ങിപ്പോവും. ഞാൻ ഈ മാന്ത്രിക നോവൽ ഇത്രയും 51 നോവൽ എഴുതിയ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും മാന്ത്രികമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ആളെന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി. ആ കാൽപ്പെട്ടിക്കകത്ത് ഒരു അരി കൊണ്ടുണ്ടാക്കിയ സാധനത്തിനകത്തൊരു വയറ്, ആ വയറ് പോലെ ഇയാളുടെ വയറിങ്ങനെ വീർത്ത് വരുവാണ്. പുള്ളി ഇങ്ങനെ നിന്നിട്ട് ഇവളുടെ വയറ് മാത്രം ഇങ്ങനെ. ആലോചിച്ച് നോക്കൂ, ഒരു ആഭിചാരത്തിൻ്റെ ശക്തി. അതിൻ്റെ ഫോട്ടോ കാണണം. നമ്മൾ നടുങ്ങിപ്പോവും, ഞെട്ടിപ്പോവും. അല്ല ഒരു കണ്ണേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? ഈ കണ്ണിൻ്റെ കാഴ്ച കുറവാ സ്വാമി. ഞാൻ പിന്നെ ഇവിടെ വന്നതിന് ശേഷമില്ല. ഇവിടെ വന്നതിന് ശേഷം ഇരുട്ടാണ്. പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ ഒരു കണ്ണില്ലാത്ത ഒരാൾ വന്നിങ്ങനെ മുമ്പിരിക്കും. ഇത് എടുത്തതിന് ശേഷമാണ് പറയണേ. പൂച്ച 3-ാം ദിവസം ചാവുന്ന കാര്യം നോക്കുമ്പം അതിനകത്ത് ഒരു പൂച്ചയ്ക്ക് മണി കെട്ടണ പോലെ ഒരു മണിയും ഒരു ചരടുമുണ്ട് അതിനകത്ത്, ഈ പെട്ടിക്കകത്ത്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. പുള്ളിക്കൊന്നും വിശ്വാസമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ ഒഴുക്കി കളയണം. എന്തായാലും ഈ വീട് ഗൃഹയോഗ്യമല്ല, വീടുള്ളതല്ല. ഈ വീട്ടിൽ നിങ്ങളോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ കുടുംബമായിട്ട് ഈ ഗൃഹത്തിൽ താമസിക്കാൻ പറ്റില്ല. ഇത് മരണം നടന്ന വീടല്ല. ഇവിടെ ഒരു
കൊലപാതകം നടന്നത്, തൂങ്ങിമരണം നടന്ന സ്ഥലം, വിഷം കഴിച്ച അപമൃത്യു നടന്ന സ്ഥലമാണ്. ഈ അപമൃത്യു നടന്ന ഈ സ്ഥലത്ത് വാസയോഗ്യം, ഈ ഗൃഹത്തിനകത്ത് വാസയോഗ്യമില്ലാത്തത് കൊണ്ട് ഈ വീട് ഇടിച്ചു നിരത്തി നെല്ല് ഉഴുത് മറിച്ച് നെൽകൃഷി ചെയ്യണം. ഏത് വെള്ളം നനച്ച് നെല്ല് വളരണം. ആ നെല്ലിനെ അല്ലെങ്കിൽ പയർ ഇത് പശുവിനെ കൊണ്ട് തീറ്റിക്കണം. തീറ്റിച്ചാൽ മാത്രമേ ഇവിടെ വാസയോഗ്യം ഉണ്ടാവുള്ളൂ, ഇവിടെ താമസിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതങ്ങനെ സ്വാമി ഇവിടുത്തെ ഈ പാറ പോലുള്ള സ്ഥലത്ത് നെൽകൃഷി അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഈ വീടിരിക്കുന്ന അത്രയും പോർഷൻ കുത്തി കളയണം, വീട് മുമ്പ് പൊളിച്ച് കളയണം, എന്നിട്ട് കുത്തി കളയണം. കുത്തി കളച്ച് താഴ്ത്തി വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിന് നല്ല നനഞ്ഞ മണ്ണിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് എങ്ങനെയാണോ ഒരു വയൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരു വയലിൽ നെൽകൃഷി ചെയ്യുന്നത്, അതേപോലെ വിത്ത് പാകി നെൽകൃഷി കിളിപ്പിച്ച് ഒരു പശുവിനെ കൊണ്ട് മേയ്ച്ച് ആ നെല്ല് തിന്നതിന് ശേഷം മാത്രമേ ഇവിടെ വാസയോഗ്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വയറുമില്ലേ, നിങ്ങളെ വയറ് പൊട്ടി മരിക്കും. നിങ്ങൾ ഇവിടെ ഒരു സയൻസിനും, ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഒരു സയൻസിനും നിങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറയണത്, ഈ വീടുമായിട്ട് ബന്ധമുള്ളവനും പുള്ളി കുറച്ച് പൈസ കടം കൊടുത്തു തിരിച്ചു കിട്ടൂല. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു പഴയ വീട് ഇങ്ങനെ കിടപ്പുണ്ട്, അമ്മയായിട്ട് ബന്ധപ്പെട്ട ഒരു വീടാണ്, അത് എഴുതി തന്നേക്കാമെന്ന്. പുള്ളി വീട് പോലും നോക്കിയില്ല, അത് വാക്ക് പറഞ്ഞു. വീട് എഴുതണതിൻ്റെ തലേ ദിവസമാണ് വന്ന് നോക്കിയത്. കുറച്ച് ദിവസം താമസിച്ചിട്ട് ഇടിച്ചു കളയാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. എന്തൊരു ആപത്താണ്! ഇത്രയും ദൈവവിശ്വാസം ഇല്ലാത്തത് പോട്ടെ, ഇത്തരം കാര്യങ്ങൾ വളരെ നിസ്സാരമായി കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ കൊണ്ടുപോകുമോ? എന്തെങ്കിലും ഈ ശരീരം പോലും, ഞാൻ എപ്പോഴും പറയുന്നില്ലേ, കത്തിച്ചാമ്പലായി ഭസ്മമായി എല്ലുകൾ പൊട്ടിത്തെറിച്ച്, തലയൂട്ടി പൊട്ടിത്തെറിച്ച്, വാരിയെല്ലുകൾ പൊട്ടിത്തെറിച്ച് എല്ലാം വന്ന് ഹൈന്ദവതയിലാണെങ്കിൽ വന്നിങ്ങനെ എടുക്കും, ഓരോന്നായിട്ട് ഒരു ചട്ടിക്കകത്ത് മാറ്റി വയ്ക്കും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ സമ്പാദിച്ച് കൂട്ടുന്നതൊക്കെ തന്നെ നമ്മളിവിടെ ഇട്ടിട്ട് 6 അടി മണ്ണിൻ്റെ ജന്മിയാണ് നമ്മൾ. സ്ഥലമുണ്ടോ? 6 അടി ഉണ്ട്. ഞാൻ പറയും, സ്വാമിക്ക് എന്തെങ്കിലും ഉണ്ടോ ഇപ്പം? 6 അടി മണ്ണുണ്ട്. എവിടെ 6 അടി മണ്ണ്? എന്തിന് 6 അടി മണ്ണ്? അല്ലേ? പഞ്ചഭൂതങ്ങൾ ലയിക്കാനുള്ള നമ്മുടെ ഈ ശരീരത്തിനെ മോടി പിടിപ്പിക്കരുതെന്ന് ഞാൻ പറയും. ആ ഹൃദയം, ചലിക്കുന്ന ഹൃദയം, ആൾക്കാരെ പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ചുണ്ടാക്കുന്ന ഹൃദയം, അവൻ്റെ ചിന്തകൾ, അവൻ്റെ നാവ്, ഇതെല്ലാം തന്നെ നമുക്കൊന്നുമില്ല എന്നുള്ളതും ഇതൊന്നും നമ്മുടേതല്ല എന്നുള്ളതും ഈ ശരീരം പോലും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണെന്നും നമ്മൾ സമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കാൻ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുള്ളൂ എന്ന് ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ പറയുകയാണ്. മറ്റുള്ളവനെ നശിപ്പിക്കാനും മറ്റുള്ളവൻ്റെ വെട്ടിപ്പിടിക്കാനും ദൈവത്തിൻ്റെ സ്വത്തെടുക്കാനും ഒക്കെ ശ്രമിച്ച കണ്ടില്ലേ? ഇപ്പം കണ്ടില്ലേ? ഇന്നിപ്പം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ഒരാൾക്ക് ജാമ്യം കൊടുത്തു. പ്രശാന്തിന് ജാമ്യം കൊടുത്തില്ല. മറ്റേ അജികുമാറിന് ജാമ്യം കൊടുത്തു. എന്താണ്? അയാളെ കിഡ്നി പോയി. ഒരാൾ മരിച്ചു, ക്യാൻസർ വന്ന്, അല്ലേ? മുരാരി ബാബു മരിച്ചു. മറ്റേ ആൾ ഒന്ന് കാരാഗ്രഹം. എങ്ങനെ ജീവിച്ചവരാണ് ഇവരെല്ലാം? സമ്പന്നന്മാരായി കോടീശ്വരന്മാരായി ജീവിച്ചവർ ജയിലിൽ കിടക്കുകയാണ്, അല്ലേ? അയ്യപ്പനെ പൂജിച്ചിരുന്നവർ, അയ്യപ്പനെ സ്നാനം ചെയ്യുന്നവർ, അയ്യപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി ജീവിച്ചവർ ജയിലിൽ കിടന്നില്ലേ, തന്ത്രിമാർ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ പാഠമായിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ പാഠമായിട്ട് എടുത്താൽ മാത്രമേ മോക്ഷപ്രാപ്തിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓണമല്ലേ, തിരുവോണം, തിരുവാതിര, കുഴപ്പമില്ല, നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കാലം കൂടെ പോവാം. എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, സന്താനങ്ങളെ കൊണ്ട് ദുഃഖമുണ്ടാകുന്ന ഒരു അവസ്ഥ വരും സന്താനങ്ങളുണ്ടെങ്കിൽ. ഇനി സന്താനങ്ങൾ കൊണ്ട് ദുഃഖമില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തു വെച്ചിട്ട് പോയ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് പണിയായിട്ട് വരും. എന്തായാലും ദോഷകരമായ കാര്യങ്ങൾ ഞാൻ ഈ ഓണക്കാലത്ത് പറയുന്നില്ല. എല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി വെച്ചുകൊണ്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ഓണക്കാലം, സന്തോഷപൂർണമായിട്ടുള്ള, ഏറ്റവും സന്തോഷം, എല്ലാ ദുഃഖങ്ങളും മറന്നുകൊണ്ട്, ദുരിതകാലങ്ങളെല്ലാം മറന്നുകൊണ്ട് സന്തോഷകരമായ ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. തിരുവാതിര നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യം, മനസ്സ് സംഘർഷപ്പെടാതെ സംയോജിതമായ ചില സംഭവങ്ങളിലും സംയോജിതമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഉചിതമായ സമയങ്ങളിൽ ഉചിതമായ കാര്യങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടൊരു നല്ല ഓണക്കാലത്തേക്ക് ഞാൻ ആശംസിക്കുവാണ്.
നന്ദി, നമസ്കാരം.